നോക്കാം. വ്രതാനുഷ്ഠാനങ്ങളിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, എന്ത് കഴിക്കണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ശിവരാത്രി ദിനത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം വേണം എല്ലാ കാര്യവും ചെയ്യുന്നതിന്. എന്നാൽ കുളിക്കുമ്പോൾ അതിൽ അല്പം എള്ള് തിളപ്പിച്ച വെള്ളം കുളിക്കുന്നതിന് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇത് മികച്ച ഗുണങ്ങൾ നൽകുന്നുവെന്നാണ് പറയുക. കുളി കഴിഞ്ഞ് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അതിനുശേഷം വീട്ടിൽ തന്നെ ശിവപൂജ നടത്താവുന്നതാണ്. പാല്, തേൻ, സുഗന്ധദ്രവ്യങ്ങൾ, പൂക്കൾ, കോടി വസ്ത്രം, മറ്റു പൂജാ സാമഗ്രികൾ എന്നിവ സമർപ്പിച്ചുകൊണ്ട് വേണം ഭഗവാന് വേണ്ടി പൂജ ചെയ്യുന്നത്. വീട്ടിൽ പൂജ ചെയ്യാൻ സാധിക്കാത്തവർക്ക് ക്ഷേത്രത്തിലെ പൂജ വഴിപാടായി കഴിപ്പിക്കാവുന്നതാണ്. ക്ഷേത്രത്തിലെ പുണ്യസ്നാനവേളയിൽ പരമശിവന്റെ ദിവ്യനാമങ്ങൾ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമായി പറയുന്നു. ശിവരാത്രിയിലെ വ്രതം പുലർച്ചെ ആരംഭിക്കുകയും പകലും രാത്രിയും തുടരുകയും ചെയ്യണം. പഞ്ചാംഗം നിർദ്ദേശിച്ച പ്രകാരം പാരണ സമയത്ത് മാത്രമേ ഉപവാസം അവസാനിപ്പിക്കാവൂ. ശിവരാത്രി ദിനത്തിൽ രാത്രി മുഴുവൻ ദിനത്തിൽ സമർപ്പിക്കുന്ന വഴിപാടുകൾ അതീവ ഫലദായകമാണ്. കൂവളത്തില സമർപ്പണമാണ് ഏറ്റവും പ്രധാനം. ശിവരാത്രിയുടെ അന്നും തലേന്ന് പ്രദോഷത്തിന്റെ അന്നും കൂവളത്തില പറിക്കരുത്. കൂവളത്തില വാടിയാലും അതിൻ്റെ വിശിഷ്ടത നഷ്ടപ്പെടുകയില്ല. അതിന് ദിവസത്തിൻ്റെ തലേന്ന് പറിച്ചു വെക്കാം. ഭഗവാന് കൂവളമാല സമർപ്പിക്കുന്നതും കൂവളത്തില കൊണ്ട് അർച്ചന എന്നിവ നടത്തുന്നതും അതീവ വിശിഷ്ടമാണ്. പിൻവിളക്ക്, ജലധാര എന്നിവയും സമർപ്പിക്കാവുന്നതാണ്. ആയുർദോഷമുള്ളവർ മൃത്യുജ്ഞ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക നല്ലതാണ്. ദാമ്പത്യ ദുരിത ദോഷങ്ങൾ അനുഭവിക്കുന്നവർ ഉമാമഹേശ്വര പൂജയോ ഐക്യമത്യ സൂക്ത അർച്ചനയോ നടത്തുക. സ്വയംവര പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നതിന് വിവാഹ തടസ്സം നീങ്ങാൻ സഹായകമാണ്. ശിവരാത്രി ദിനത്തിൽ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാർ ശയന പ്രദക്ഷിണം നടത്തുകയും സ്ത്രീകൾ അടിവെച്ചുള്ള പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ നമസ്കരിക്കുകയും